ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അയൽരാജ്യമായ ബംഗ്ലാദേശ് ആയിരിക്കുമെന്നാണ് നമ്മൾ പലരും കരുതിയിരുന്നത്. നല്ലൊരു പരിധിവരെ അത് ശരിയുമാണ്. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ തീവ്രവാദികൾക്കും മതമൗലികവാദികൾക്കും ബി.ജെ.പിയുടെ ഈ ഒരു ചരിത്ര വിജയം ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥ ബംഗ്ലാദേശ് ഇപ്പോൾ ആഹ്ലാദത്തിലാണ്. യഥാർത്ഥ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത അവിടുത്തെ സാധാരണ ജനതയും അവർ തിരഞ്ഞെടുത്ത നിലവിലെ ബംഗ്ലാദേശിലെ ഭരണകക്ഷി. അതെ, ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിയുടെ വിജയത്തിൽ അയൽക്കാർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. അവരുടെ ഈ സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ജീവജലമാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തീസ്ത നദീജല കരാർ ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായിട്ടുള്ള BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ബി.ജെ.പിയുടെ വിജയത്തെ പരസ്യമായി സ്വാഗതം ചെയ്തു കഴിഞ്ഞു. BNP ഇൻഫർമേഷൻ സെക്രട്ടറി അസീസുൽ ബാരി ഹെലാൽ സുവേന്ദു അധികാരിയെ അഭിനന്ദിക്കുകയും ഈ രാഷ്ട്രീയ മാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നുമുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത്രയും കാലം ഈ കരാറിന് വിലങ്ങുതടിയായി നിന്നത് സാക്ഷാൽ മമതാ ബാനർജിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗാളിലും BJP വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ ഈ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ജലവിഭജനത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാണ് തീസ്ത തർക്കം. 1983 ഇതിനൊരു താൽക്കാലിക കരാർ ഉണ്ടാക്കിയെങ്കിലും അത് പൂർണ്ണമായി നടപ്പായില്ല. പിന്നീട് 2011 മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 37.5% ജലം ബംഗ്ലാദേശിൽ നൽകാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മമതാ ബാനർജി അത് പല്ലും നഖവും കൊണ്ട് എതിർത്തു. സംസ്ഥാന താല്പര്യം പറഞ്ഞ് മമത ഉടക്കിയതോടെ ആ പദ്ധതി അവിടെ നിന്നു. ഇത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന കാലത്താണ് എന്നോർക്കണം. വരണ്ട മാസങ്ങളിൽ വെള്ളം കിട്ടാതെ നദിയുടെ താഴത്തെ ഭാഗങ്ങളിൽ ബംഗ്ലാദേശിലെ കർഷകർ വലഞ്ഞപ്പോഴും തൃണമൂൽ സർക്കാർ കണ്ണടച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും 54 നദികൾ പങ്കിടുന്നുണ്ടെങ്കിലും ഗംഗാ ജല കരാർ ഉൾപ്പെടെ വിരലിലെണ്ണാവുന്ന കരാറുകൾ മാത്രമേ ഇതുവരെ ഒപ്പിട്ടിട്ടുള്ളൂ. ഗംഗാ ജല കരാർ തന്നെ ഈ വർഷം അവസാനിക്കുകയാണ്. അയൽക്കാരെ, പ്രത്യേകിച്ച് സഹായം ആവശ്യമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ പാരമ്പര്യം. നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതും ആ മൂല്യങ്ങളാണ്. പെഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതുവരെ പാകിസ്ഥാന് ഇന്ത്യ സിന്ധു നദിയുടെ ജലം വാരിക്കോരി കൊടുത്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. അപ്പോൾ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, അതാണ് നരേന്ദ്രമോദിയുടെ ലൈൻ. അത് തന്നെ ആയിരിക്കും ബംഗ്ലാദേശിനോടും. BNPയും BJPയും തമ്മിൽ വലിയ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അവർക്ക് ഒന്നിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് BNPയുടെ ഇൻഫർമേഷൻ സെക്രട്ടറി അസീസുൽ ബാരി ഹെലാലിന്റെ പ്രതീക്ഷ. ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു ലൈൻ. മുൻപ് ഏത് സർക്കാരുകൾ കേന്ദ്രത്തിൽ കരാറിന് ശ്രമിച്ചപ്പോഴും മമതാ ബാനർജിയായിരുന്നു സംസ്ഥാന തലത്തിൽ അത് തടസ്സപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്രയും കാലം തീസ്തയിലെ ജലപ്രവാഹത്തിന് വിലങ്ങിട്ടിരുന്ന മമതയെന്ന തടയണ പൊളിച്ചു മാറ്റി കേന്ദ്രത്തിലും ബംഗാളിലും BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടെ ആ പ്രതിസന്ധി പൂർണ്ണമായും നീങ്ങുമെന്നും ദുർബലരായ അയൽക്കാരെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ പാരമ്പര്യവും മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഈ കരാർ വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നും ബംഗ്ലാദേശ് ഭരണകൂടം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ ബംഗ്ലാദേശ് കരുതുന്നത് പോലെ അത്ര എളുപ്പമാകുമോ? തന്റെ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ആരും തനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം താൻ പദ്ധതികൾ കൊണ്ടുവരുമെന്നുമൊക്കെ സുവേന്ദു അധികാരി തുറന്നടിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധ വോട്ടുകളോട് യാതൊരു ഐത്തവും കാണിച്ചിട്ടില്ലാത്ത BNP ഭരിക്കുന്ന ബംഗ്ലാദേശിനെ സുവേന്ദു അധികാരി എത്രത്തോളം സഹായിക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യമായി തന്നെ അവർ അവശേഷിക്കുന്നുണ്ട്. വികസനത്തിന്റെയും സഹകരണത്തിന്റെയും കാര്യത്തിൽ കേന്ദ്രത്തിലും ബംഗാളിലും ഒരേ സ്വരമുള്ള BJP സർക്കാരുകൾ ഉള്ളത് കാര്യങ്ങൾ വേഗത്തിലാക്കുമെങ്കിലും അത് ഇന്ത്യയുടെ കർശനമായ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ചുരുക്കത്തിൽ ബംഗാളിലെ BJPയുടെ വിജയം ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയം മാത്രമല്ല തിരുത്തിക്കുറിച്ചത്, മറിച്ച് ഒരു അയൽ രാജ്യത്തെ കൊണ്ട് നമ്മുടെ കരുത്ത് അംഗീകരിപ്പിക്കാൻ കൂടിയാണ്. മമതയുടെ പിടിവാശിയിൽ വരണ്ടുണങ്ങിയ തീസ്തയിൽ ഇനി സൗഹൃദത്തിന്റെ പുതിയ തെളിനീർ ഒഴുകണമെങ്കിൽ BNPക്കും താരിഖ് ഹുസൈനും തങ്ങളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ വലിയ വിട്ടുവീഴ്ചകൾ തന്നെ ചെയ്യേണ്ടി വരും. സഹായം ലഭിക്കും, പക്ഷേ അത് ഇന്ത്യയുടെ നിബന്ധനകൾക്ക് മുന്നിൽ തലകുനിക്കാൻ അവർ തയ്യാറാകുമ്പോൾ മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളം.